ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുജൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് കാഴ്ചവെക്കുന്നത്. നമുക്ക് വീടുകളിൽ വിറക് കീറുവാൻ ഇനി ആരും പ്രയാസപ്പെടേണ്ട. നമ്മുടെ വീടുകളിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള വിറകുകൾ വീടിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ നമുക്ക് കീറി സൈസാക്കി തരുന്നതാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു ഇക്കാനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വിറകിന്റെ പരിപാടി അല്ലേ? വിറകിന്റെ പരിപാടി. എൻ്റെ പേര് ഫസലെന്നാണ്. ഇതിപ്പോ എവിടെ സ്ഥലം ഇതിപ്പോ നമ്മളെ മറ്റേ അഞ്ഞൂർ തൊഴിയൂർ ഭാഗം, വെള്ളക്കാടിന്റെ താശ്ശേരി റോഡാണ്. കോഴിക്കോട് പോകുന്ന റോഡാണ്. സംഭവങ്ങൾ ഇപ്പോൾ കുറേ അതിപ്പോ നമ്മള് 10-14 വർഷമായി ഇപ്പൊ നമ്മള് പരിപാടി. പിന്നെ ഗ്രാസ് കട്ടിങ് ഉണ്ട് നമുക്ക്. അതെ, ഇതിന്റെ റേറ്റ് എങ്ങനെ മണിക്കൂറിന് ഇപ്പൊ നമ്മളെ പറഞ്ഞാൽ ഇതിപ്പോ 650 രൂപയാണ് ഇപ്പൊ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. പേട്ടയിലാണ് പേട്ട റേറ്റാണ് ഇപ്പൊ നമ്മളെ പറഞ്ഞത്. വിറക് കച്ചവടക്കാർക്കായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ വീട്ടുകളിലൊക്കെ നമ്മൾ ചെന്ന് വെക്കുമ്പോൾ 1-2 മണിക്കൂറത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആ വണ്ടി ഓടേണ്ട ട്രാവലിംഗ് ചാർജ് വരുന്നുണ്ട്. അപ്പം നമ്മൾ 100 രൂപക്ക് കൂടുതൽ നമ്മൾ മേടിക്കും. അപ്പോൾ 750 രൂപ 700 രൂപ റേഞ്ചിൽ നമ്മൾ. ഏത് തരം വിറക് ഇപ്പോൾ ഇവിടെ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ളത്? നമ്മുടെ നിറയിൽ ഇപ്പം നിറം മാവുണ്ട്, പ്ലാവുണ്ട്, അയിനി അങ്ങനെ മിക്സഡായിട്ട് വരുന്ന മരങ്ങളാണ്. അതല്ലേ. പിന്നെ എന്താ പറയുക, തടിയുണ്ട്. പിന്നെ തടി നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ തടി ബിസിനസ് കുറവാണ് മൊത്തത്തിൽ. ഇപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ് ഒരു 4 വർഷത്തിന് ഇങ്ങോട്ട് ഇപ്പോൾ എന്താ പറയുക കംപ്ലീറ്റ് സ്റ്റേജിൽ. ഇപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ഒരു മരം വിചാരിക്കുക. ആ മരം നമ്മൾ കാണിച്ചു തന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് മുറിച്ച് നമ്മൾ പാർട്ടിക്ക് മുറിച്ച് കൊടുക്കണമെന്ന് മുറിച്ച് കൊടുക്കും. അതെല്ലാം നമുക്ക് വിലക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ റേഞ്ചിൽ ഒതുങ്ങുന്ന കേസാണെങ്കിൽ നമ്മൾ വിലക്ക് പിടിക്കും. എന്നിട്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തു നമ്മളെടുക്കും. അതല്ലെങ്കിൽ കുറിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് വിറക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ നല്ലൊരു സർവീസാണ് സംഭവം. ഇതിപ്പോൾ വണ്ടി നമ്മൾ ഇഷ്ടമുള്ളടത്തേക്ക് സാധനം നമ്മൾ ഏതാ വണ്ടി? അത് വണ്ടി ഏസ് ഉണ്ട്. പിന്നെ ഇതേപോലെ മറ്റേ എന്താ പറയുക, മഹേന്ദ്രയുടെ മറ്റേ ചെറുവണ്ടി ഉണ്ട്. അതല്ലേ. അതിലൊക്കെ നമ്മൾ സൈക്കിൾ പോയിട്ട് നമ്മൾ എന്തായാലും ഈ സംഭവങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ തൊഴിൽ വെള്ളക്കാട്ടിൻ്റെ ഇടയിൽ എനിക്കുള്ള സംഭവം എനിക്ക് അറിയില്ല. ഞാനിത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ കൂടുതൽ